കശ്മീർ താഴ്വരയിലെ പഹൽഗാവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിക്രൂരവും നിഷ്ഠുരവുമായിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ വാർത്ത നമ്മളെല്ലാവരും ഒരു ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ആ വാർത്തയുടെ വേദനയിൽ നിന്നും നമ്മുടെ രാജ്യം പതിയെ പുറത്തേക്ക് വരുന്നതേയുള്ളൂ. 1000 മുറിവുകൾ കൊണ്ട് ഇന്ത്യയെ വേദനിപ്പിക്കുക എന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി പല കാലഘട്ടങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അതിനെല്ലാം സൈനികപരമായും നയതന്ത്രപരമായും സാമ്പത്തികപരമായും എല്ലാം കൃത്യമായ മറുപടി അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കാൻ നമ്മുടെ രാജ്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നിഷേധിക്കുക, ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരോട് പുറത്തേക്ക് പോകാൻ പറയുക, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ സസ്പെൻഡ് ചെയ്യുക, വ്യാപാര ബന്ധങ്ങൾ സസ്പെൻഡ് ചെയ്യുക, വാഗ അതിർത്തി അടയ്ക്കുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിലിറ്ററി എക്സർസൈസുകൾ നടത്തുക, ഇത്തരത്തിലുള്ള പല നിലപാടുകൾ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്യുന്ന ഒരു തീരുമാനം ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ നേരത്തെ എടുത്ത നടപടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു ആക്ട് ഓഫ് വാറായി കണക്കാക്കും എന്നുള്ളൊരു പ്രതികരണം, ഒരു വലിയ പ്രതികരണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പേരൊരു സംശയം മുന്നോട്ട് വെക്കുകയാണ്, എന്താണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതിൻ്റെ ചരിത്രം എന്താണ്, അത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ സിന്ധു നദീജല കരാർ അല്ലെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളുണ്ടാവുന്നത് ഒരു വിഭജനത്തിൻ്റെ, ഒരു പാർട്ടീഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പാർട്ടീഷൻ നടക്കുമ്പോൾ ഒരു ലാൻഡ് ഏരിയ വിഭജിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഒരു അതിർത്തി വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ഒരു രാജ്യത്തിനും മറ്റൊരു ഭാഗം അടുത്ത രാജ്യത്തിനും കിട്ടും. എന്നാൽ ഇവിടുത്തെ നദികളെ എങ്ങനെയാണ് വിഭജിക്കാൻ സാധിക്കുക? ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി വരുന്ന ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ സിന്ധു നദിയും അതിൻ്റെ 5 കൈവഴികളും ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്, ഈ നദികളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് വിഭജിക്കാൻ സാധിക്കുക? ഈ നദികളിൽ ഭൂരിഭാഗവും ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് എന്ന് കാണാം. അത് ഇന്ത്യയിലൂടെ ഒഴുകുന്നു, പിന്നീട് പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് അറബിക്കടലിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ് റിവർ സിസ്റ്റത്തെ എങ്ങനെ വിഭജിക്കും എന്നുള്ളൊരു ചോദ്യം ആ ഒരു സമയത്ത് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. അതായത് ഇന്ത്യയാണ് ഇവിടുത്തെ അപ്പർ റിവർ ബേസിൻ എന്ന്, ഇന്ത്യയിലൂടെ ഒഴുകിയിട്ടാണ് ഈ നദികൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ നദികളുടെ ഒഴുക്കിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും വരുത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു ഈ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ 1948 ഈ ഒരു എഗ്രിമെൻറ്റ് അവസാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പല നദികളുടെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പല കനാലുകളിലെയും വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാക്കുകയും ഇതിൻ്റെ ഭാഗമായി 1948 ഇൻ്റർ ഡൊമിനിയൻ അക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കരാർ സൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തില്ല. അതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു ആനുവൽ റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ ഇൻ്റർ ഡൊമിനിയൻ അക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഈ നദികളിലെ ജലത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ ഉണ്ടാകുമ്പോൾ വേൾഡ് ബാങ്ക് ഒരു മീഡിയേറ്ററായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് ബാങ്കിൽ നിന്നുള്ള എഞ്ചിനീയർമാർ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള എക്സ്പേർട്സ്, ഇവരുടെ എല്ലാവരുടെയും കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ഒരു റെസൊല്യൂഷൻ മുന്നോട്ട് വെക്കുകയാണ്. ആ റെസൊല്യൂഷൻ്റെ മുകളിൽ ഏകദേശം 10 വർഷക്കാലത്തെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ 1960 2 രാജ്യങ്ങളും ഇത് അംഗീകരിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാനും കൂടി ഒപ്പുവെച്ച് ഇൻഡസ് വാട്ടർ ട്രീറ്റി അല്ലെങ്കിൽ സിന്ധു നദീജല കരാർ മുന്നോട്ട് വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രീറ്റിയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മൗണ്ടൻ റേഞ്ചാണ് ഈ പീർ പഞ്ചാൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലനിരകളാണ് നമ്മുടെ ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും 2ആയിട്ട് ഭാഗിക്കുന്നത്. അപ്പോൾ ഈ മൗണ്ടൻ റേഞ്ചിൻ്റെ താഴേക്ക് വരുന്ന നദികളെ ഈസ്റ്റേൺ റിവേഴ്സ് എന്ന് വിളിക്കുകയും ഈ നദികൾ നോക്കുകയാണെങ്കിൽ രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളാണ്. ഈ 3 നദികളുടെയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കൺട്രോൾ ഇന്ത്യക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഈ റേഞ്ചിന് മുകളിലേക്ക് വരുന്ന നദികൾ ഇൻഡസ്, ചെലം, ജനാബ്, ഈ 3 നദികളുടെയും എക്സ്ക്ലൂസീവ് കൺട്രോൾ പാകിസ്ഥാന് നൽകുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇൻഡസ് വാട്ടർ സിസ്റ്റത്തിൻ്റെ ഏകദേശം 20% ജലത്തിൻ്റെയും എക്സ്ക്ലൂസീവ് കൺട്രോൾ ഇന്ത്യക്ക് ലഭിക്കുകയും 80% ജലത്തിൻ്റെ എക്സ്ക്ലൂസീവ് കൺട്രോൾ പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്.
പക്ഷേ ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഇൻഡസ്, ജലം, ചെനാബ് എന്നീ 3 നദികളുടെ ജലത്തിൻ്റെ എക്സ്ക്ലൂസീവ് കൺട്രോൾ പാകിസ്ഥാനാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും ഈ നദികൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സമയത്ത് നമ്മളത് തൊടാൻ പോലും പാടില്ല എന്നൊന്നും നിയമമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ജലം ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ആ ജലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. നാച്ചുറൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ജലം ഉപയോഗിക്കാം. റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളൊക്കെ ഈ നദികൾ ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഒരു രീതിയിലും നമ്മൾ ആ നദിയുടെ ഫ്ലോ തടസ്സപ്പെടുത്താതെ അത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇനി ഇത് മാത്രമല്ല, ഈ ട്രീറ്റിയുടെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് പല മെക്കാനിസങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാണാം. അതിലൊന്നാമത്തേതാണ് ഒരു പെർമനൻറ്റ് ഇൻഡസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഓരോ കമ്മീഷണർമാരാണ് ഈ പെർമനൻറ്റ് ഇൻഡസ് കമ്മീഷനിലുള്ളത് എന്ന് കാണാം. കൃത്യമായി ഈ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ്റെ നദികളിൽ ചില സമയത്ത് റെഗുലേറ്റഡ് ഫ്ലോ നടത്തുന്നുണ്ട്. അതായത് വെള്ളത്തെ സ്റ്റോർ ചെയ്യുന്നില്ല, പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തോത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഡേറ്റ എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയോ പാകിസ്ഥാനോ ഈ നദികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ 2 രാജ്യങ്ങളിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ അവിടെ വിസിറ്റ് ചെയ്യാനും ഇൻസ്പെക്ഷൻ നടത്താനുമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളുടെ മേൽനോട്ടമാണ് ഈ പെർമനൻറ്റ് ഇൻഡസ് കമ്മീഷൻ ചെയ്യുന്നത് എന്ന് കാണാം. ഇനി ഈ നദികളിലെ വെള്ളത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ എക്സ്പെർട്ടിനെ നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിസ്പ്യൂട്ട് പരിഹരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആർബിട്രേഷനിലേക്ക് പോകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ട്രീറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂട്രൽ എക്സ്പെർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആർബിട്രെ അപ്പോയിൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മാത്രമാണ് ഇവിടെ വേൾഡ് ബാങ്കിനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ഈ ട്രീറ്റിയുമായിട്ട് വലിയ രീതിയിലുള്ള അധികാരങ്ങളൊന്നും വേൾഡ് ബാങ്കിനില്ല. അപ്പോൾ ഈ രീതിയിൽ 1960 നിലവിൽ വന്ന ഈ ഒരു ട്രീറ്റി കഴിഞ്ഞ 65 വർഷങ്ങളായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1965-ലും 71-ലും 99-ലും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ പല യുദ്ധങ്ങളുണ്ടാകുന്നു. 2001-ൽ പാർലമെൻറ്റ് അറ്റാക്ക് ഉണ്ടാകുന്നു. 2019-ൽ പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നു. ഈ സമയങ്ങളിലൊന്നും ഈ ഒരു ട്രീറ്റിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. 2019-ലെ പുൽവാമ അറ്റാക്കിന് ശേഷം ഇനി അങ്ങോട്ട് രക്തവും ജലവും ഒരുമിച്ചൊഴുക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ളൊരു കമൻറ്റ് ഇന്ത്യയിലെ നേതാക്കന്മാരുടെ അടുത്ത് വന്നതാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എസ്കലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ പഹൽഗാവ് അറ്റാക്കിന് ശേഷം കൃത്യമായി ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള തീരുമാനം ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിന് പാകിസ്ഥാൻ കൊടുക്കുന്ന സപ്പോർട്ട് അൺഇക്വിവോക്കലായി അല്ലെങ്കിൽ കൃത്യമായി പിൻവലിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ ട്രീറ്റിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരാർ ഈ രീതിയിൽ റദ്ദാക്കുന്നതിലൂടെ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ നദികളിലെ ജലത്തിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് കാര്യങ്ങളും നമുക്ക് യൂണിലാറ്ററലായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ നമുക്കവിടെ ഡാമുകൾ പണിയാം, ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ പണിയാം, പവർ പ്ലാന്റുകൾ പണിയാം. നമുക്കങ്ങനെ ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളെ ഇൻസ്പെക്ട് ചെയ്യാൻ വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഇൻസ്പെക്ഷനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഈ നദികളിലെ ജലത്തിൻ്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡേറ്റയും നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാൻ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുമായിട്ട് മുന്നോട്ട് വന്നാൽ ആ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസത്തിലേക്കും നമുക്ക് പോകേണ്ട ആവശ്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ നദികളിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാന് എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക? പാകിസ്ഥാനിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതികരണത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നത്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പാകിസ്ഥാൻ്റെ പ്രദേശങ്ങൾ എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സ് എന്ന് പറയുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ജീവജലമാണ് ഈ ഇൻഡസ് വാട്ടർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ എക്കോണമിയിലെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂട്ടറാണ് അവിടുത്തെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ GDPയുടെ 24% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൃഷിയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ 68% ആളുകളും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്ന് കാണാം. പാകിസ്ഥാൻ്റെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട 3 വിളകളാണ് അരി, ഗോതമ്പ്, പരുത്തി എന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ എക്സ്പോർട്ട് സെക്ടറിലെ 70% എക്സ്പോർട്ടും വന്നിരിക്കുന്നത് ബസ്മതി റൈസും അതുപോലെ തന്നെ തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖലയിലും കൃഷി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണാം. പാകിസ്ഥാൻ്റെ മുഴുവൻ ഭൂമിയുടെ 44% കൃഷിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗമായിട്ടുള്ള കൃഷിയുടെ 80% ഈ സിന്ധു നദിയെയും അതിൻ്റെ പോഷക നദിയിലെയും ജലത്തിനെ ആശ്രയിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ ജലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ ഫുഡ് സെക്ടറിനെയും അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമിക് സെക്ടറിനെയും എല്ലാം സാരമായി ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള സസ്പെൻഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ ഒരു ആക്ട് ഓഫ് വാറായി പരിഗണിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.
ഇനി ഇവിടെ ഉയർന്നു വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ഈ 3 നദികളുടെയും ജലത്തിൻ്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തി അവരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. പല എക്സ്പേർട്സും അഭിപ്രായപ്പെടുന്നത് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ 100% ജലത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ തടസ്സപ്പെടുത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ, വലിയ ഡാമുകളൊക്കെ നമ്മൾ പണിയേണ്ടതായിട്ട് വരും, വലിയ വലിയ കനാലുകളൊക്കെ പണിത് ഈ നദികളിലെ ജലത്തിനെ പൂർണ്ണമായിട്ടും വഴിതിരിച്ചു വിടേണ്ടതായിട്ട് വരും. അങ്ങനെയൊന്നും നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഡേറ്റയുടെ ഷെയറിങ് നിർത്തലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ ഹൈഡ്രോളജിക്കൽ ഡേറ്റ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിൽ പ്രധാനമായിട്ടും അവരുടെ ഫ്ലഡ് ഫോർകാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഫ്ലഡ് പ്ലാനിങ്ങും നടക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇറിഗേഷൻ പോളിസികൾ അവരുണ്ടാക്കുന്നത്, അവരുടെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരുടെ ഹൈഡ്രോ പവർ ജനറേഷനുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ നദിയിലെ ജലത്തിൻ്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ഡേറ്റ കൊടുക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും നിർത്താനും അതിൻ്റെ ഭാഗമായി വലിയൊരു ഇമ്പാക്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ 3 നദികളിൽ, അതായത് ഇൻഡസ്, ജലം, ചെനാബ് എന്നീ 3 നദികളിലെ ജലത്തിൻ്റെ അൺറെസ്ട്രിക്റ്റഡ് ഫ്ലോ നമ്മൾ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ ഇത് റെഗുലേറ്റഡ് ഫ്ലോ ആണ്. കുറച്ച് നേരം നമ്മൾ ജലത്തെ തടഞ്ഞു നിർത്തും, അതിനുശേഷം അതിനെ തുറന്നു വിടും. ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴാണ് ജലത്തെ തടഞ്ഞു നിർത്തുന്നത്, എപ്പോഴാണ് ഈ ജലത്തെ തുറന്നു വിടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിനി പാകിസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. അതും അവരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും. ഇനി യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഈ നദികളിലെ ജലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡാമുകളും കനാലുകളും ഇറിഗേഷൻ പ്രൊജക്റ്റുകളും ഒക്കെ ആരോട് ചോദിക്കാതെ തന്നെ നമുക്ക് ചെയ്ത് ഈ നദികളിലെ ജലത്തിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഡ്രൈ സീസൺസ്, നദികളിലൊക്കെ ജലം വളരെ കുറവുള്ള സീസണിൽ മാക്സിമം ജലം ഇന്ത്യയിലെ റിസർവോയറുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പാകിസ്ഥാനിൽ ഒരു ആർട്ടിഫിഷ്യൽ ഡ്രോട്ടിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ റിസർവോയറുകളിലൊക്കെ അടിഞ്ഞുകൂടുന്ന സിൽറ്റ് അഥവാ ചെളി, ഇത് പാകിസ്ഥാനോട് നേരത്തെ പറയാതെ തന്നെ നമുക്ക് ഫ്ലഷ് ചെയ്ത് തുറന്നു വിടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ പല ആളുകളും പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വെപ്പണൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇന്ത്യ പോലെയുള്ള നമ്മുടെ രാജ്യം അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വെപ്പണൈസേഷൻ ഓഫ് വാട്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജലത്തെ കൃത്യമായി എവിടെയെങ്കിലും തടഞ്ഞു നിർത്തുകയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ അത് തുറന്നു വിടുകയും ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്കും വേണമെങ്കിൽ നമുക്ക് പോകാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ ഉയർന്നു വരുന്ന അവസാനത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന് യൂണിലാറ്ററലായി ഈ കരാറിൽ നിന്നും ഇത്തരത്തിൽ പിൻവലിയാൻ വേണ്ടി സാധിക്കുമോ? ഈ കരാർ തന്നെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇതിനെ റിവോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. 2 രാജ്യങ്ങളും കൂടെ ഒരു പുതിയ എഗ്രിമെൻറ്റിലേക്ക് വന്ന് ഈ കരാറിനെ വിഡ്രോ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്നൊരു മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റുകളെ ഗവേൺ ചെയ്യുന്ന ഒരു കൺവെൻഷനാണ് വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഈ വിയന്ന കൺവെൻഷനിൽ ഒരു സിഗ്നറ്ററി ഒന്നുമല്ല. പക്ഷേ ഈ വിയന്ന കൺവെൻഷനിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുന്നത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുന്ന അവസരത്തിൽ ഈ ട്രീറ്റുകൾക്കും വാലിഡിറ്റി ഇല്ലാതാവുമെന്നാണ്. അപ്പോൾ ഈ രീതിയിൽ പഹൽഗാവിലൊക്കെ ഇത്രയും വലിയൊരു തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ ആ ഒരു സമാധാന സാഹചര്യം അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ട്രീറ്റിൽ നമുക്ക് പിൻവാങ്ങാം എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ എന്താണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതിൻ്റെ ചരിത്രം എന്താണ്, എങ്ങനെയാണ് അത് നിലവിൽ വന്നത്, ഈ ട്രീറ്റിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഈ ട്രീറ്റി പിൻവലിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അത് പാകിസ്ഥാൻ എങ്ങനെയാണ് വലിയൊരു ദോഷമായി ബാധിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.